നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് സാബി അലോൺസോയെ പുറത്താക്കിയ തീരുമാനം ഒരല്പം നേരത്തെയായി പോയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് പുറത്താക്കിയതല്ല, സാബി ഇട്ടിട്ട് പോയതാണ് എന്ന തരത്തിൽ മറ്റൊരു ആഖ്യാനമുണ്ട്. ആഖ്യാനവും വ്യാഖ്യാനവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇവർ രണ്ട് വിഭാഗവും തമ്മിൽ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഫൈനലി വഴി പിരിയാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത് പുറത്താക്കിയതല്ല, സാബി പോയതാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നവർക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർക്കും അങ്ങനെ തുടരാം. നമ്മൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോദ്യം ഇതാണ്: സാബി അലോൺസോയെ പുറത്താക്കിയത് അത് ഒരല്പം തിടുക്കപ്പെട്ടും നേരത്തെയുമായി പോയില്ലേ എന്നുള്ളത്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയൂ? റയൽ മാഡ്രിഡിൻ്റെ ഈ സീസൺ അത്രക്ക് മോശമാണോ? ഇപ്പോൾ ലാലിഗയിൽ റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ സീസൺ പകുതിയായിട്ടുള്ളൂ. ഈ പകുതിയായ സമയത്ത് 4 പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് ബാഴ്സ ഒന്നാമതുള്ളത്. ഇനിയും പകുതി കളികളുണ്ട്, എന്തും സംഭവിക്കാമെന്ന് മാത്രമല്ല ഈ സീസണിലെ ലാലിഗയിലെ എൽ ക്ലാസിക്കോയിൽ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്ന ബാഴ്സലോണയെ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചതുമാണ്. അതുകൊണ്ട് അവിടെ കിരീടം കൈവിട്ടു എന്ന് പറയാനായിട്ടില്ല. പിന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് റയൽ മാഡ്രിഡ് ഉള്ളത് 7ാം സ്ഥാനത്താണ്. ലീഗ് ഫേസിൽ 7ാം സ്ഥാനം എന്താ, മോശമാണോ എന്താ ചോദ്യം എന്നറിയോ? ലീഗ് ഫേസിൽ ആദ്യ 8 സ്ഥാനത്തെത്തുന്നവർ നേരിട്ട് ടോപ്പ് 8-ലുള്ളവർ നേരിട്ട് റൗണ്ട് ഓഫ് 6 കടക്കുന്നവരാണ്. ഇപ്പോൾ റയൽ നല്ല പൊസിഷനിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിൽക്കുന്നത്. പിന്നെ കഴിഞ്ഞ തവണ 4 എൽ ക്ലാസിക്കോകൾ ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിച്ചിട്ട് 4 പൊട്ടിയെങ്കിൽ ഇത്തവണ ഇപ്പോൾ 2 എൽ ക്ലാസിക്കോകളാണ് കഴിഞ്ഞത്. 1 ജയിച്ചിട്ടുണ്ട്, 1 തോറ്റിട്ടുണ്ട്. അതും വലിയ മാർജിനിലുള്ള തോൽവിയൊന്നുമല്ല. പിന്നെ ആകെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ 2 കളികൾ കളിക്കുന്ന സൂപ്പർ കോപ്പ ഡി എസ്പാനയെ തോറ്റു. അത് മാത്രമാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് എടുത്ത് പറയാനുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ, ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ PSG തോറ്റില്ലേ എന്നുകൂടി പറയാം. അതിനപ്പുറത്തേക്ക് റയലിൻ്റെ ഈ സീസൺ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും നഷ്ടമായിട്ടില്ല. ഇപ്പോൾ കോപ്പ ഡെൽ റേയിൽ അവർ അടുത്ത മത്സരം റൗണ്ട് ഓഫ് 16 നാളെ കളിക്കാൻ പോവുകയാണ്. ആ റൗണ്ടിലേക്ക് അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നാളെ അൽബാസെറ്റയ്ക്കെതിരെ അവർ കളിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് സമയം ഇനിയും സാബിക്ക് കൊടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഒരു വർഷം, 3 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ്, 1 വർഷമെങ്കിലും, ഒരു സീസണെങ്കിലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സമയം കൊടുക്കാമായിരുന്നു. അതല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇനിയിപ്പോൾ വീണ്ടും 1 തുടങ്ങണം. സീസണിൻ്റെ പകുതി വെച്ചിട്ട് 1 തുടങ്ങണം. പുതിയ കോച്ച്, ആ കോച്ചിൻ്റെ രീതികളോട് കളിക്കാർ അഡാപ്റ്റഡ് ആവണം. അല്ലെങ്കിൽ കളിക്കാരുടെ രീതിയോട് കോച്ച് അതിനനുസരിച്ച് ഇങ്ങോട്ട് അഡാപ്റ്റഡ് ആവണം. അതാണല്ലോ ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നമായിട്ട് സാബിയുടെ കാര്യത്തിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വേണം. അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും ഈ സീസൺ അങ്ങ് പോയി കിട്ടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് ഇതൊരല്പം തിടുക്കപ്പെട്ടിട്ടുള്ള തീരുമാനമായി പോയി. സാബിയുടെ പെർഫോമൻസ് അത്ര മോശമായിരുന്നില്ല. ശരിയാണ്, ബയർ ലെവർക്യൂസനിൽ പോയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല ആ ഓളം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബയർ ലെവർക്യൂസനിൽ തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെയാണ് വലിയ ഓളത്തിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 34 മത്സരങ്ങൾ 24 ജയിച്ചു, എത്ര തോറ്റു? 6 4 സമനിലയുമാണ്. സോ തീർച്ചയായിട്ടും ഇതൊരു ശരിയായ തീരുമാനമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ മറ്റ് ചില ഡ്രിഫ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമായിരുന്നിരിക്കണം. സ്പോർട്ടിംഗ്ലി ഇതിൽ നിന്ന് റിക്കവർ ആവുക ഈ സീസണിൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.